ചില മത്സര പരീക്ഷയിൽ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: 13ന്റെ ആദ്യത്തെ 25 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? 13ന്റെ ആദ്യത്തെ 25 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? ഇത് നമുക്ക് പല രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്നിങ്ങനെയാണ്: 13ന്റെ ആദ്യത്തെ 25 ഗുണിതങ്ങളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗുണിതം എന്ന് പറയുന്നത് 13 ആയിരിക്കും, രണ്ടാമത്തെ ഗുണിതം 26 ആയിരിക്കും, മൂന്നാമത്തെ ഗുണിതം 39. ഇങ്ങനെയാണ് പോവുക. 13ന്റെ ഗുണിതങ്ങൾ 13, 26, 39 ഇങ്ങനെ പോകും. അപ്പോൾ ഇതിലെ 25ാമത്തെ ഗുണിതം എന്ന് പറഞ്ഞാൽ 25 ഗുണിക്കണം 13 ആയിരിക്കുമല്ലോ. അതായത് 25 ഗുണിക്കണം 13 എന്ന് പറഞ്ഞാൽ 250ഉം 75ഉം കൂട്ടി 325 കിട്ടും. അപ്പോൾ 325 ആയിരിക്കും 25ാമത്തെ പദം. 13, 26, 39 ഇങ്ങനെ പോയിട്ട് 325 ആയിരിക്കും 13ന്റെ ഗുണിതങ്ങളിൽ 25ാമത്തേത് വരുന്നത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ശരാശരി എത്ര എന്നുള്ളതാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കും. അതാണ് സാധാരണ ചെയ്യുന്ന രീതി. പക്ഷേ ഇത് ഒരു സമാന്തര ശ്രേണിയിലാണ് വരുന്നത്. 13, 26, 39 എന്നത് 13 പൊതുവ്യത്യാസം വരെ സമാന ശ്രേണി ആയതുകൊണ്ട് ഇതിന്റെ ശരാശരി കാണാൻ വേണ്ടിയിട്ട് ആദ്യ പദവും അവസാന പദവും തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ പകുതി കണ്ടെത്തിയാൽ മതി. അപ്പോൾ ശരാശരി എന്ന് പറയുന്നത് 13 കൂട്ടണം 325. ആദ്യ പദവും അവസാനവും തമ്മിൽ കൂട്ടിയിട്ട് പകുതിയാക്കുക. 13 325 കൂട്ടിയാൽ നമുക്ക് 338 കിട്ടും. 38ന്റെ പകുതി 338 പകുതി, അതായത് 169. ഇതാണ് ഒരു രീതി. സാധാരണ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഞാനിവിടെ പറയുന്നത് ഒരു ഷോർട്ട് കട്ടാണ്. ഈ ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നിശ്ചിത സംഖ്യയുടെ ആദ്യത്തെ ഇത്ര ഗുണിതങ്ങൾ അതിൻ്റെ ശരാശരി എത്ര എന്ന ടൈപ്പുള്ള ചോദ്യമാണെങ്കിൽ ചെയ്യാൻ എളുപ്പവഴി, ആദ്യം ആ ശരാശരി കാണാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ആ സംഖ്യ എടുക്കുക. അതായത് 13 എടുത്ത സംഖ്യ 13 ഗുണിക്കണം 25 ഗുണിതങ്ങളാണ് പറയുന്നത്. ആ 25നേക്കാൾ ഒന്ന് കൂടുതലായിട്ട് എടുക്കുക. അതായത് 26 എടുക്കുക. 26 13 ഗുണികൾ 26 ബൈ 2 ഇത് കണ്ടെത്തിയാൽ മതിയാവും. 13ഉം 26 തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 338 കിട്ടും. 338ന്റെ പകുതി, അതായത് 169 തന്നെ. ഇങ്ങനെ ഒരു എളുപ്പവഴിയുണ്ട്. ഏതാണ് സംഖ്യ, ആ സംഖ്യ ഗുണിക്കണം എത്ര ഗുണിതങ്ങളുണ്ടോ ആ ഗുണിതങ്ങളുടെ എണ്ണത്തേക്കാൾ ഒന്ന് കൂടുതലായിട്ട് എടുക്കുന്നു. അവ ഗുണിച്ചിട്ട് പകുതിയാക്കിയാൽ ശരാശരി കിട്ടും. ഒരു ഉദാഹരണം കൂടി ശ്രദ്ധിക്കാൻ നോക്കുക. ഇപ്പം 7 എന്ന സംഖ്യയുടെ ആദ്യത്തെ ഒരു 21 ഗുണിതങ്ങളുടെ ശരാശരി എത്രയാണെന്ന് ചോദിക്കും. 7 എന്ന സംഖ്യയുടെ ആദ്യത്തെ 21 ഗുണിതങ്ങളുടെ ശരാശരി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരാശരി കാണാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുക. ശരാശരി സമം